ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. സ്പൈസി ആയിട്ടുള്ള പലഹാരമാണിന്ന്. നല്ല സ്വാദാണ്. കോഴിമുട്ട ഫില്ലിംഗ് ആക്കിയിട്ടുള്ള സ്നാക്കാണ്. ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നല്ലോണം കുഴച്ച് വയ്ക്കാനുള്ളതാണ്. പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി. മസാലയിലേക്ക് നമ്മൾ വേറെ ചേർക്കും. ഇതിലേക്കുള്ളത് മാത്രം ഇപ്പോൾ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് വേണ്ടത്ര ഉപ്പ്. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലോണം യോജിപ്പിക്കാം. ഈ മാവിൻ്റെ ഉള്ളിലാണ് ഫില്ലിംഗ് വയ്ക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടാണ്. കുഴച്ചതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം കുഴച്ചു. ഇനി അരമണിക്കൂർ നേരം അടച്ചു വയ്ക്കാം. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നുറുക്കിയത് ചേർത്തിട്ട് വഴറ്റാം. 6 വെളുത്തുള്ളി നുറുക്കിയത്, പച്ചമണം മാറട്ടെ. 3 സബോള അരിഞ്ഞതും കൂടി ചേർക്കാം. വഴന്ന് സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ പാകത്തിന് വഴന്നിട്ടുണ്ട്. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്. പൊടികളും കൂടി ഒന്ന് ചൂടാവട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കണമെന്ന് വെച്ചാൽ സബോള വഴറ്റിയിട്ട് ചേർത്താൽ മതി. കഷ്ണാക്കിയതാണെങ്കിൽ ആദ്യം തന്നെ എണ്ണയിൽ വഴറ്റാം. ഇനി ഓഫ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ആവശ്യമുള്ള വലുപ്പത്തിൽ ബോൾസ് ആക്കിയിട്ട് വെക്കാം. ഇത്രയും മൈദ വെതറിയിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി കട്ടിയിലാണ് പരത്തണേ. ഇതിലേക്ക് വഴറ്റി വെച്ച മസാല സ്പൂൺ കൊണ്ട് വെച്ചിട്ട് മുട്ട പുഴുങ്ങിയിട്ട് 2ആയി മുറിച്ചതാണ്. അത് കമഴ്ത്തി വെച്ച് ഒരു പാക്കറ്റ് പോലെ മടക്കിയെടുക്കാം. കൈ കൊണ്ടൊന്ന് അമർത്തിയിട്ട് ഷേപ്പാക്കി എടുക്കാം. മസാല വയ്ക്കുമ്പോൾ കുറച്ച് സ്പ്രെഡ് ചെയ്താൽ മതി. നടുവിലായിട്ട് മസാലയും വെച്ചിട്ട് കോഴിമുട്ടയും വെച്ചാൽ മതി. പകുതി മുട്ടയാണ് ഓരോന്നിലും വെക്കണേ. ഓരോരോ പൊതികളായിട്ട് മടക്കിയെടുക്കാം. ഇനി ഈ പൊതി വറുത്ത സേമിയയിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചെടുക്കാം. 2 ഭാഗത്തും ആവണ പോലെ. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പകുതി മുങ്ങിക്കിടക്കണ പോലെ എണ്ണ വേണം. ചൂടായി. ഇനി മുട്ടപ്പൊതികൾ വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഭാഗമാവും. പിന്നെ തിരിച്ചിട്ടും ഫ്രൈ ചെയ്യണം. കവറിങ്ങിന് കുറച്ച് വേവുണ്ട്. ഗോൾഡൻ കളറിലെടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി മൂത്തിട്ട് ഇളം ബ്രൗൺ ആവണ പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം വറുത്തെടുക്കാം. ഇങ്ങനെ പാക്കറ്റ്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാറാവുമ്പോൾ സേമിയയിൽ റോൾ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഒന്ന് രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. കാണാനും ഭംഗിയാണ്. ഉള്ളിൽ എഗ്ഗും മസാലയും ഒക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാനും നല്ലതാണ്. കവറിങ്ങിൽ കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തതുകൊണ്ട് കഴിക്കുമ്പോൾ വെറും മാവിൻ്റെ പോലെ ടേസ്റ്റ് വരില്ല. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.